ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കേക്ക് ടിൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് ഒഴിക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് മൈദ ഇതിലിട്ടിട്ട് എല്ലായിടത്തും ഒന്ന് കൊട്ടി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ടയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് നല്ല പോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് ആവുമ്പം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ല വൈറ്റ് കളറായി ഇങ്ങ് വരണം കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാവധാനം ഒരേ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇത് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദയും മുട്ടയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനിടയിൽ ഞാനൊരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. അപ്പോൾ അത് നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കറക്റ്റ് 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോഴാണ് നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. നമുക്കിത് ചായയുടെ കൂടെയും അല്ലാതെ നമുക്ക് ക്രീമൊക്കെ ഇത് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.